മുൻ പോലീസ് ഉദ്യോഗസ്ഥയായ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയാവുകയാണ്. ശ്രീലേഖയ്ക്ക് വൈദ്യുതി ബില്ല് എങ്ങനെ വരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ ഒരു പരാതി. ഇത്രയും വിദ്യാസമ്പന്നയായ അവർക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാകും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ശ്രീലേഖ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ അവിടെ നടന്ന വസ്തുത ഞങ്ങളിത് പത്രത്തിൽ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ചു. ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് 1282 യൂണിറ്റാണ്. സോളാർ ഉൽപ്പാദിപ്പിച്ച 557 യൂണിറ്റാണ്. അപ്പോൾ 267 യൂണിറ്റ് ഉൾപ്പെടെ 1549 യൂണിറ്റ് വൈദ്യുതിയാണ് ഏപ്രിൽ മാസം അവർ ഉപയോഗിച്ചത്. അതായത് പ്രതിദിനം 51 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു. 290 യൂണിറ്റ് വൈദ്യുതി KSEB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അവർക്ക് ബിൽ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത 1282 യൂണിറ്റിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത 290 യൂണിറ്റ് കുറച്ച് കിട്ടുന്ന 992 യൂണിറ്റ് മാത്രമാണ്. ഇതിൽ പ്രശ്നമുള്ളത്? അവർക്കുള്ള ഗുണം എന്താ ഉണ്ടായിരിക്കണം? ഗുണമല്ലേ ഉണ്ടായിരിക്കണം? അവർ ഉൽപ്പാദിപ്പിച്ചത് ചെറിയ ചാർജിനാണ്, 265 ഇപ്പോൾ കിട്ടുന്നത് സോളാറിൻ്റെ വൈദ്യുതി. ആ വൈദ്യുതി മൈനസ് ചെയ്തതിലാണ് 10 റുപ്യ കൊടുക്കുന്ന യൂണിറ്റിന് 10 റുപ്യ കൊടുത്ത് മേടിക്കുന്ന വൈദ്യുതിയിലാണ് മൈനസ് ചെയ്തത്. അവരെങ്ങനെയാണ് ഈ പറയണത്? പക്ഷെ അവർ ഉന്നയിച്ചൊരു കാര്യം, അവർ ആദ്യഘട്ടത്തിലൊക്കെ 700-800 രൂപയായിരുന്നു ഈ സോളാർ സ്ഥാപിച്ചതിന് ശേഷം, പാനൽ സ്ഥാപിച്ചതിന് ശേഷം അവർ ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് അവർ 20,000 ഒക്കെ അടച്ചിരുന്നു. പക്ഷേ സോളാർ സ്ഥാപിച്ചതിന് ശേഷം ആ ബില്ല് കുറഞ്ഞു. പക്ഷേ അതിപ്പോൾ ഈ അടുത്തായി ഭയങ്കരമായി കൂടി. അതിനെക്കുറിച്ച് KSEBയോട് ചോദിച്ചപ്പോൾ അവർ സാങ്കേതിക കാരണങ്ങൾ പറയുന്നു. അവർക്കിത് മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ല, ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ ആർക്കാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ കൂടുതലില്ലാത്ത ഒരാളുടെ പേര് പറയും? ചൂട് കൂടിയപ്പോൾ വളരെ കൂടുതലായിട്ട് AC-കൾ കൂടുതൽ ഉപയോഗിക്കുന്നു, ഗ്രൈൻഡിങ് മെഷീൻ, ഇതൊക്കെ രാത്രി ഉപയോഗിക്കുമ്പോൾ വരുന്ന വർധനവല്ലേ? ആ ചൂട് കൂടിയതിൻ്റെ ഒരു ഫലം നമ്മളതിന് വരണ്ടേ? അങ്ങനെ വന്നതാണ്. അത് വസ്തുതയുണ്ടെങ്കിൽ അവരെപ്പോലുള്ള അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമല്ലോ, മീറ്റർ പരിശോധിച്ചാൽ അറിയാലോ, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഈ സോളാർ വൈദ്യുതി അവരെത്ര ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിങ്ങിനെത്തുന്ന ഒരു പയ്യനാണ്. ഇല്ല, അവിടെ മീറ്റർ ഉണ്ടല്ലോ. മീറ്റർ നോക്കിയാൽ ആർക്കാലോ, ഇവർക്കും നോക്കാലോ, ആർക്ക് വേണമെങ്കിലും നോക്കാലോ. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല അവരുടെ അവരിപ്പോൾ ഈ പറയുന്ന ഇത്രയും വൈദ്യുതി ഉപയോഗിക്കണമെങ്കിൽ അവരുടെ 3 AC-യും ലാപ്ടോപ്പും ഫ്രിഡ്ജും എല്ലാം കൂടി ഉപയോഗിച്ചാൽ തന്നെയും ഇത്രയും യൂണിറ്റ് ഉണ്ടാകില്ല. മീറ്റർ പരിശോധിക്കാമല്ലോ നമുക്ക്. ഈ മീറ്റർ പരിശോധിക്കാൻ അവർക്ക് സാധിക്കുമല്ലോ, അവർക്ക് തന്നെ പരിശോധിക്കാമല്ലോ. ഇനി അതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യാം. ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളുടെ ഒരു ഗ്രീവിയൻസ് പരിഹരിക്കാൻ ഉള്ള പോംവഴികൾ അവർക്ക് ആരായമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചെയ്യണ്ടേ? അവരെപ്പോലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്ന റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഈ സംവിധാനത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ. അവർക്കത് പരിശോധിക്കാനുള്ള ആരെ ബന്ധപ്പെടണം എന്നൊക്കെ അറിയാലോ. അങ്ങനെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ശ്രീലേഖ ഇങ്ങനെ IPS ഇങ്ങനെ ഒരു തർക്കം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഒരു പരസ്യ സംവാദത്തിന് അവരെ ക്ഷണിച്ചുകൂടെ? അതിന് കൃത്യമായി വകുപ്പ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. അല്ല, അവർ പറഞ്ഞ അത് പൊറോട്ട് ന്യായീകരണമാണ് എന്ന തരത്തിലാണ്. ഞങ്ങൾക്ക് അവരെ പോലെ മറുപടി പറയാൻ പരിമിതി ഉണ്ടല്ലോ. എങ്കിലും പക്ഷേ ഒരു വൈദ്യുതി വകുപ്പിന് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറായിക്കൂടെ? ഇതാണ് അവർ ചെയ്തോട്ടെ. അവർ വിളിച്ചല്ലേ നമ്മളെ ബന്ധപ്പെട്ടവരെ അയക്കാം, നമ്മുടെ ചെയർമാനത്തിന് അയക്കാം. അവർക്ക് ഉള്ള സംശയങ്ങൾ വേണമെങ്കിൽ ചെയർമാനെ അയച്ച് ദൂരീകരിക്കാലോ. ഇവരുടെ കൂടെയുള്ള ഒരു സിവിൽ സർവീസുകാരൻ തന്നെയല്ലേ ചെയർമാൻ. അവർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അത് ചെയ്യാലോ. അവരുടെ സംശയങ്ങൾ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇത് അങ്ങനെ ഒരു സംശയമുണ്ടോ? ഇത് ഒരു പ്രചരണത്തിന് വൈദ്യുതി വകുപ്പിന്? ഞാൻ പറഞ്ഞില്ല, പക്ഷേ ബലത്തിൽ അങ്ങനെയാണ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള തോന്നൽ. ഇവർക്കൊരു ഉയർന്ന ജോലിയിലിരുന്ന ഒരാളാണ്. ഇവർക്ക് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ആരോട് വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അബദ്ധം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണമെന്ന് പറയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ?